പല ആൾക്കാർക്കും ഇപ്പോഴും നല്ലപോലെ ഒരു പുട്ട് ചൂടാൻ അറിയില്ല കേട്ടോ. അതിന് ആദ്യം എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ പുട്ടുപൊടി അളന്നെടുക്കണം. അതായത് നല്ല കമ്പനിയുടെ പുട്ടുപൊടി മേടിക്കണം കേട്ടോ. നല്ല സ്റ്റീമായിട്ടുള്ള പുട്ടുപൊടി മേടിച്ചാലേ നല്ല പുട്ട് ചൂടാൻ പറ്റുള്ളൂ. നമ്മളിവിടെ നിന്ന് മേടിച്ചിട്ടുള്ള പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. ഇത് അടിപൊളി പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ ആ പുട്ടുപൊടി അളന്നെടുക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ആ അളന്ന പുട്ടുപൊടി എത്രയാണോ ഉണ്ടായിരുന്നത് അത്ര തന്നെ വെള്ളം എടുക്കുക കേട്ടോ. ഒരു പാത്രത്തിൽ എത്രയാണോ പുട്ടുപൊടി ഉണ്ടായിരുന്നത് അത്ര തന്നെ വെള്ളം എടുക്കുക. ആ പുട്ടുപൊടിക്കാണ്ട് ഒഴിച്ചിട്ട് അവിടെ വെക്കുക. ഒഴിക്കുമ്പോൾ നമ്മൾ കൂടുതലാണെന്നൊക്കെ തോന്നും. എന്നിട്ട് അതൊരു 8 മിനിറ്റ് നേരം അടച്ചിട്ട് അവിടെ വെക്കുക. അപ്പോൾ തന്നെ ഇളക്കരുത് കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാ കൈ കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ച് മറിച്ചെടുത്താൽ അടിപൊളി പുട്ടുപൊടി സെറ്റായിട്ടുണ്ടാവും. ഇനി തൂക്കിൽ അല്ല പുട്ടുകുറ്റിയിൽ തേങ്ങ ഇടുക. ആദ്യം അടിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലെയർ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ വീണ്ടും തേങ്ങ ഇടുക. അതായത് നമുക്ക് കഷ്ണത്തിൻ്റെ വലിപ്പം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പുട്ടുപൊടി ഇട്ടിട്ട് തേങ്ങ ഇടുക. തേങ്ങയുടെ പുട്ടുപൊടി എന്നിട്ട് കുടത്തിൻ്റെ മേലെ നല്ല സ്റ്റീമാക്കി വെള്ളത്തിൻ്റെ മേലെ അത് കൊണ്ട് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അടിപൊളി പുട്ട് റെഡി കേട്ടോ.